വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. രണ്ടാമത്തെ ചോദ്യം, ന്യായാധിപനോട് വിധവ അപേക്ഷിച്ചത് എന്തായിരുന്നു? ഉത്തരം, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. മൂന്നാമത്തെ ചോദ്യം, എന്തിൻ്റെ പേരിലാണ് ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തത്? ഉത്തരം, വിധവ ശല്യപ്പെടുത്തുന്നതിൻ്റെ പേരിൽ. നാലാമത്തെ ചോദ്യം, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏത്? ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. അഞ്ചാമത്തെ ചോദ്യം, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഉത്തരം, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ആറാമത്തെ ചോദ്യം, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്കു മടങ്ങി. ആര്? ഉത്തരം, ചുങ്കക്കാരൻ. ഏഴാമത്തെ ചോദ്യം, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, ശിഷ്യന്മാരോട്. എട്ടാമത്തെ ചോദ്യം, ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ്? ഉത്തരം, ശിശുക്കളെപ്പോലെ. ഒൻപതാമത്തെ ചോദ്യം, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് ഇപ്രകാരം ചോദിച്ചത്? ഉത്തരം, ഒരു അധികാരി. പത്താമത്തെ ചോദ്യം, യേശു ധനികനായ അധികാരിയെ നോക്കി എന്താണ് പറഞ്ഞത്? ഉത്തരം, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. 11ാമത്തെ ചോദ്യം, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഈ വാക്യം 18-ാം അധ്യായം എത്രാം വാക്യത്തിലാണുള്ളത്? ഉത്തരം, 25-ാം വാക്യം. 12ാമത്തെ ചോദ്യം, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതാര്? ഉത്തരം, പത്രോസ്. 13ാമത്തെ ചോദ്യം, അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. ആര് സംസാരിച്ചവ? ആർക്കാണ് മനസ്സിലാകാതിരുന്നത്? ഉത്തരം, യേശു സംസാരിച്ചവ 12 ശിഷ്യന്മാർക്കാണ് മനസ്സിലാകാതിരുന്നത്. 14ാമത്തെ ചോദ്യം, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം, അന്ധനായ യാചകൻ. 15ാമത്തെ ചോദ്യം, നിനക്കു വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് അന്ധൻ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.